എനിക്കറിയാം, എനിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള ചില ചോദ്യങ്ങൾ നേരിടേണ്ടതുണ്ട്, അതിന് ഉത്തരവ് നൽകേണ്ടതുണ്ട്. നിങ്ങൾ അതിന് തയ്യാറെടുത്താണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സ്വാഭാവികം മാത്രം, അത്രയും. പക്ഷേ ഇത് ജനങ്ങളെ സംബന്ധിക്കുന്ന, അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന, ഒരുപക്ഷെ കഴിഞ്ഞ 25 വർഷമായിട്ട് തൃശ്ശൂരിലെ ജനങ്ങളെ മോഹിച്ചത് 24-ൽ അവരുടെ ഒരു പുനഃചരിത്ര രചനയിലൂടെ അവർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ അങ്ങനത്തെ ശ്രമം ഉണ്ടായത്. മെട്രോയും എയിംസും ഒക്കെ നമുക്ക് പിന്നെ ചർച്ചിക്കാം കേട്ടോ. നമുക്ക് അടിസ്ഥാന ജീവിത തത്വങ്ങൾ, അതിൽ ആമ എന്താണ്, ആമയുടെ മുട്ട എന്താണ്, തേങ്ങ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ തൽക്കാലം ചർച്ച ചെയ്യേണ്ടത്. കേരള സർക്കാരിന്റെ മുമ്പിൽ വെച്ച് തൃശ്ശൂരിന്റെ ചുമതലയുള്ള രാജൻ മന്ത്രി, ഞാൻ അദ്ദേഹത്തെ മാത്രമേ ഒരു ഇത്തിരി മൂല്യമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അദ്ദേഹവും ചേർന്ന് ഇതാണ്, അല്ലെങ്കിൽ ഇതൊട്ടുമേ അല്ല ഇതിന് പറ്റിയത്, ഞങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ എന്ന് പറഞ്ഞ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പോട്ട് വന്നില്ലെങ്കിൽ ജനങ്ങൾ നയിക്കുന്ന, ഞാൻ പിൻനിരയിൽ പങ്കെടുക്കുന്ന ഒരു പങ്കാളിയായി, മന്ത്രിയായിട്ടല്ല, എനിക്ക് അതിന് അവകാശമില്ല, ഒരു MP ആയിട്ടുമല്ല, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തൃശ്ശൂരിനോട് ഗ്രാറ്റിറ്റ്യൂഡുള്ള, സമർപ്പണ ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പങ്കെടുക്കുന്ന ഒരു പദയാത്രയിലേക്ക് നിങ്ങൾ ഇതിനെ വലിച്ചഴക്കുകയായിരിക്കും. ജനങ്ങൾ നയിക്കും, ഉറപ്പായിട്ട്. വ്യക്തിയായിട്ടായിരിക്കും നടത്തുന്നത്, ആർജവത്തോടെ, ഇന്റഗ്രിറ്റി. ആ ഇന്റഗ്രിറ്റി, മീഡിയ ഇന്റഗ്രിറ്റിയാണ് എനിക്ക് കാണേണ്ടത്. അടുത്ത ഒരാഴ്ച നിങ്ങൾ ഇതെവിടെ എത്തിക്കാൻ പോകുന്നു. ഇത് കേരളത്തിലെ മറ്റ് 6 ജില്ലകൾക്കെങ്കിലും ഇതൊരു മോഡലായി മാറും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.